നമ്മളിൽ പലർക്കും അറിയാം, വർഷാവർഷം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ ഒരു ബയലാറ്ററൽ മീറ്റിംഗ് നടക്കും. അതുപോലെ ഈ വർഷവും റഷ്യയിൽ നടക്കുന്ന ബയലാറ്ററൽ മീറ്റിംഗിന് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോയി. ഈ മീറ്റിംഗും നടന്ന് അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ മീറ്റിംഗിൽ അവർ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ബന്ധം ഭാവിയിൽ എങ്ങനെയായിരിക്കും. അതേസമയം നമ്മൾ റഷ്യയിൽ പോയത് പാശ്ചാത്യ രാജ്യങ്ങളിലെ പലരും അതിന് എതിർപ്പ് കാണിച്ചു. അമേരിക്ക, ഉക്രൈൻ, ബ്രിട്ടൻ പോലുള്ള നാടുകൾ ഈ മീറ്റിംഗിനെതിരെ അവരുടെ അഭിപ്രായം എങ്ങനെ പറഞ്ഞു എന്നുള്ളതും ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യത്തെ കാര്യം, എപ്പോഴത്തെയും പോലെ ഈയൊരു മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് രണ്ട് നാടുകൾക്കും ഇടയിലുള്ള ട്രേഡ് ഇംബാലൻസ് പരിശോധിക്കുക എന്നുള്ളതാണ്. സാധാരണ ഒരു കൺട്രിയുമായി നമ്മൾ ട്രേഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇന്ത്യ വേഴ്സസ് ചൈന, ഈ രണ്ട് നാടുകളും കോമൺ ആയി ഒരു കറൻസി ഉപയോഗിക്കും. ഇന്ത്യ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് ചൈനയിലുള്ള ഗുഡ്സ് വാങ്ങാൻ സാധിക്കില്ല. അതേസമയം ചൈന അവരുടെ കറൻസി ഉപയോഗിച്ച് നമ്മുടെ ഗുഡ്സ് വാങ്ങാൻ സാധിക്കില്ല. അതിനാൽ കോമൺ ആയി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കറൻസി എന്താണെന്ന് നോക്കിയാൽ അത് ഡോളറാണ്. എന്തുകൊണ്ട് ഡോളറായി എന്ന് ചോദിച്ചാൽ, അമേരിക്ക ഒരു സൂപ്പർ പവർ ആയതുകൊണ്ട് തന്നെ എല്ലാ കൺട്രിയും മ്യൂച്വൽ ഡോളർ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയായി ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് വരെയും ലോകത്തിലെ ഡോമിനന്റ് ആയ ഒരു ട്രേഡ് കറൻസി അത് ഡോളർ ആയിരുന്നു. ഓരോ കൺട്രിക്കും പ്രത്യേകം ഒരു കറൻസി ഉണ്ടായിരുന്നാലും അവർ മറ്റൊരു കൺട്രിയുമായി ട്രേഡ് ചെയ്യുമ്പോൾ ഡോളറാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ചില മാറ്റങ്ങൾ സംഭവിച്ചു. എല്ലാവരും ഡോളർ ഉപയോഗിക്കാതെ മറ്റ് കറൻസി ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ റഷ്യ എന്ന നാടിനെ തകർക്കാനായി അമേരിക്ക നൽകിയ ഉപരോധമാണ്. ഈ ഒരു ഉപരോധം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ബാധിക്കുമെന്ന് ലോകത്തിന് തന്നെ അറിയാം. മൊത്തത്തിൽ റഷ്യയെ ഒരു മൂലയിൽ ഒതുക്കി വയ്ക്കണമെന്ന് ചിന്തിച്ചാണ് അവർക്കെതിരെ ഒരു പ്രതിരോധം അമേരിക്ക ഏർപ്പെടുത്തിയത്. ഇപ്പോ ഈ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ലോകത്തിലെ മറ്റ് നാടുകളെ ഒരു വിളിച്ചുണർത്തുന്നത് പോലെയായിരുന്നു അത്. അതായത് അമേരിക്ക ഇഷ്ടപ്പെടുന്ന ഒരു നാടായി നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ഈ അവസ്ഥ വരും. റഷ്യയ്ക്ക് ഒരു വലിയ ഭൂപ്രദേശമുണ്ട്, മിനറൽസ്, ധാതു വിഭവങ്ങൾ, പെട്രോളിയം പ്രോഡക്ട്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ആ ഉപരോധത്തിൽ നിന്നും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചു. എന്നാൽ അതേ കാര്യം ചൈനയ്ക്കെതിരെയോ ഇന്ത്യക്കെതിരെയോ സംഭവിച്ചാൽ നമ്മളെ കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാനാകില്ല. ഇത് നന്നായി മനസ്സിലാക്കിയ ലോകത്തിലെ നാടുകൾ, അമേരിക്കൻ സഖ്യത്തിലല്ലാത്ത കൺട്രികൾ തീരുമാനിച്ചത്, നമ്മൾ ഡോളർ ട്രേഡ് കറൻസി ഉപയോഗിക്കാൻ പാടില്ല, നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവണം. അങ്ങനെ അവർ മറ്റ് കറൻസി നോക്കി പോകാൻ തുടങ്ങി. ഇതൊരു വലിയ പ്രോസസ്സാണ് സത്യത്തിൽ. ബ്രിക്സ് കറൻസി നമ്മളിൽ പലർക്കും അറിയാം, അത് വരാൻ പോകുന്നു എന്ന് പറയുന്നു. വന്നു കഴിഞ്ഞാൽ ഡോളർ തീർച്ചയായും നിലനിൽക്കില്ല. എന്നാൽ അതിനെ വരാൻ അനുവദിക്കാതെ അമേരിക്ക തടയും. ഏതൊരു കാരണം കൊണ്ടും പാശ്ചാത്യ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കറൻസി ലോകത്തിൽ വരില്ല, ലോകത്തിൽ വരാൻ അവർ ആഗ്രഹിക്കില്ല. ഇതൊരു വലിയ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു പ്രോസസ്സ് അവസാനിക്കുന്നത് വരെയും കാത്തിരിക്കാതെ ട്രേഡ് ചെയ്യുമ്പോൾ ആദ്യം ഡോളർ ഉപയോഗിക്കുന്നതിന് പകരം ആദ്യത്തെ ഒരു പടിയായി മറ്റൊരു കറൻസി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ചില നാടുകളുടെ പദ്ധതി. ഈ ആദ്യത്തെ പടി അനുസരിച്ച് ഇന്ത്യയും റഷ്യയും നടത്തിക്കൊണ്ടുവരുന്ന ഈ ബയലാറ്ററൽ ട്രേഡിൽ ഇന്ത്യ ഏതെങ്കിലും വസ്തു റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസി ഉപയോഗിക്കും. റഷ്യ അതുപോലെ അവരുടെ റൂബിൾസ് ഉപയോഗിക്കും. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന വസ്തുക്കളെല്ലാം ഓയിൽ, ന്യൂക്ലിയർ ട്രേഡ് ഉണ്ട്, അതുമാത്രമല്ല വെപ്പൺസ് ട്രേഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ നമ്മുടെ കറൻസി എന്നത് റഷ്യയിലേക്ക് കൂടുതലായും പോകുന്നു. എന്നാൽ റഷ്യ നമ്മുടെ പക്കൽ നിന്ന് വളരെ കുറവാണ് വാങ്ങുന്നത്, ചൈനയിൽ നിന്നും കൂടുതൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ റഷ്യയുടെ പക്കലുള്ള നമ്മുടെ കറൻസി, ആ കറൻസി അവർക്ക് ചിലവഴിക്കണം എന്ന് ചിന്തിച്ചാൽ പോലും നമ്മുടെ പക്കൽ നിന്നും അവർക്ക് അത്രയും വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ മാസാമാസം 10,000 എന്ന വണ്ണം, ഉദാഹരണത്തിന് 10,000 എന്ന വണ്ണം ഓയിലിന് വേണ്ടി ഇന്ത്യൻ കറൻസി റഷ്യയിലേക്ക് കൊടുക്കുന്നു. എന്നാൽ റഷ്യയെ കൊണ്ട് മാസം 3,000-ൽ കൂടുതൽ ആ കറൻസി ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു കറൻസിയെ മറ്റെവിടെയെങ്കിലും ചിലവഴിക്കാമെന്ന് നോക്കിയാൽ അത് ഡോളർ അല്ല, ഗ്ലോബലായി അക്സെപ്റ്റഡ് കറൻസി അല്ല ഇത്. ചൈനയ്ക്കെതിരെയും ഈ കറൻസി ഉപയോഗിക്കാൻ സാധിക്കില്ല, മറ്റേതൊരു കൺട്രിയിലും ഈ കറൻസി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇതേ സമയത്ത് യുവാൻ എടുക്കുകയാണെങ്കിൽ യുവാൻ ഒരുപാട് കൺട്രീസ് ട്രേഡിനെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു എഫിഷ്യൻസി എന്നുള്ളത് വേറെയാണ്, ഇന്ത്യൻ കറൻസി എന്നുള്ളത് വേറെയാണ്. ഈ ഒരു പ്രശ്നത്തിനുള്ളിലാണ് റഷ്യ അകപ്പെട്ടത്. ഇത് കാരണം തുടർച്ചയായി അവരുടെ ബാങ്കിൽ ഇന്ത്യൻ മണി അധികമായി കൊണ്ടിരിക്കുന്നു, പക്ഷെ ചിലവഴിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ചും കൂടെ ചർച്ച ചെയ്യണം. അതാണ് ഈ ഒരു മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഇതാണ് കോർ അജണ്ട. ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡീപ് ആൻഡ് റഷ്യ ഇന്ത്യ ടൈസ്. ഈ ടൈസിൽ ഇന്ത്യൻ സൈന്യവും റഷ്യൻ സൈന്യവും സംയോജിച്ച് എക്സസൈസ് നടത്തും.
അതിനായിട്ടുള്ള വളരെ എളുപ്പമുള്ള പ്രോസസ്സ് നമ്മൾ നടത്തി കൊടുക്കാമെന്നുള്ളതും ഒരു പദ്ധതിയാണ്. കൂടുതലായും Su-57 ഡീൽ എന്നത് ഒഫീഷ്യലായി വന്നിട്ടില്ല, അൺഒഫീഷ്യലായി വരും. ഇപ്പൊ നേരത്തെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, പ്രധാനമായും S-400, ഇവയൊന്നും നമുക്ക് ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല. ഈ ഡെലിവറി കഴിഞ്ഞ വർഷം തന്നെ അവസാനിച്ചിരിക്കേണ്ടതാണ്, പക്ഷെ ഇതുവരെയും നടന്നില്ല. ഈ ഒരു ഡെലിവറി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ചർച്ചകളും റഷ്യയിൽ നടക്കുന്നുണ്ട്. അവസാനമായി പ്രധാനപ്പെട്ട കാര്യം, സിവിലിയൻ സെക്ടറിന് എന്ത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ന്യൂക്ലിയർ എനർജി. ഒരുപാട് പേർക്ക് അറിയാം, റോസാറ്റംസ് എന്ന റഷ്യൻ കമ്പനിയാണ് ഏഷ്യൻ കൺട്രീസിലെ എല്ലാ നാടുകളുമായും ന്യൂക്ലിയർ എനർജിയിൽ ടൈപ്പ് വെച്ചിരിക്കുന്നത്. അമേരിക്ക, ഫ്രാൻസ്, UK ഇങ്ങനെയുള്ള കൺട്രീസിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്. എങ്കിലും അവയുമായി താരതമ്യം ചെയ്യുമ്പോൾ റോസാറ്റം ഒരു ന്യായമായ വിലയ്ക്ക് ഒരുപാട് ടെക്നോളജി സെയിൽ ചെയ്യുന്നു എന്ന കാരണത്താൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലുള്ള കൺട്രീസ് പോലും അവരുമായി ചില ഡീലിംഗ്സ് നടത്താമെന്നുള്ള ചർച്ചകൾ പോകുന്നുണ്ട്. ഈ റോസാറ്റം എന്ന കമ്പനി നേരിട്ട് നടത്തുന്ന എക്സിബിഷൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തു. ആ ഒരു എക്സിബിഷനിലെ വളരെ പ്രധാനപ്പെട്ട വസ്തു എന്തെന്ന് ചോദിച്ചാൽ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പണിയണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഈ സ്ഥലത്തെ പണിയാൻ സാധിക്കൂ, ഈ പ്രദേശങ്ങളിൽ മാത്രമേ അത് നിൽക്കുകയുള്ളൂ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാൽ ന്യൂക്ലിയർ എനർജി നമ്മൾ എത്ര തന്നെ സേഫ് ആണെന്ന് പറഞ്ഞാലും സത്യത്തിൽ സേഫ് ആണ്. കോൾ എനർജി പോലെ ഇവ ഏതൊരു എമിഷനും റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും അത് എല്ലാ സ്ഥലങ്ങളിലും പണിയാൻ സാധിക്കില്ല. അങ്ങനെ വീണ്ടും നമ്മൾ കോൾ എനർജി നോക്കി തന്നെ പോകുന്നു. എന്നാൽ അതേസമയം ഒരു ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ എനർജി ലോകത്തിലെ ഏത് മുക്കിലും മൂലയിലും കൊണ്ടുവയ്ക്കാൻ സാധിക്കും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ടെക്നോളജി ഇന്ത്യയുമായി ഷെയർ ചെയ്യുന്നതായി റോസാറ്റം കമ്പനി ചില മാസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു മീറ്റിംഗിലും റോസാറ്റം കമ്പനി ഫ്ലോട്ടിംഗ് പവർ പ്ലാന്റിന്റെ ടെക്നോളജി ഇന്ത്യയുമായി ഷെയർ ചെയ്യുമെന്നുള്ള ചർച്ച. ഇപ്പോൾ സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, പുതിയ പ്രോജക്ട്സ് ഇവയെല്ലാം റോസാറ്റം എന്ന കമ്പനിയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഒരു ബയലാറ്ററൽ മീറ്റിംഗ് കൂടിയാണ് ഇത്. ഈ മീറ്റിംഗിന്റെ കോർ അജണ്ടയിൽ തുടങ്ങി വെപ്പൺ ഡീലിംഗ്സ് മുതൽ ഇപ്പോൾ റോസാറ്റം കമ്പനി ഇവയെല്ലാമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഇപ്പോ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പാർട്ട്നേഴ്സ് എല്ലാം പതിവ് പോലെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്ക ഉക്രൈന് സപ്പോർട്ടായിട്ടാണ് ഇന്ത്യ നിൽക്കേണ്ടത്, റഷ്യയുമായി ഈ ഒരു ബയലാറ്ററൽ ചർച്ച നടത്താൻ പാടില്ല എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് സെലൻസ്കി ഒരുപടി മുകളിൽ ചെന്നിട്ട് ഞങ്ങളും റഷ്യയും സമാധാന ചർച്ചയിലേക്ക് വരാം എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഇങ്ങനെ റഷ്യയുമായി ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് ഒട്ടും ശരിയല്ല. ഇത് ഞങ്ങളുടെ സമാധാന ചർച്ചയെ ഇന്ത്യ ഇല്ലാതാക്കുകയാണ് എന്ന് ഒരു ഭാഗത്ത് സെലൻസ്കി പറയുന്നു. ഇപ്പൊ ഇവരെല്ലാം എന്തൊക്കെ സംസാരിച്ചാലും ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സപ്പോർട്ടായ രീതിയിലാണ് ഇന്ത്യ ഉള്ളത്. കാരണം സത്യത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ അവസാനത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സമാധാന ചർച്ചയാണ് നടത്തേണ്ടത്. അങ്ങനെ സമാധാന ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗങ്ങളിലും വിശ്വസ്തനായ ഒരാളുണ്ടാകണം. ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ, ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരും തന്നെ റഷ്യയോട് ഒരു ചെറിയ അടുപ്പം പോലും കാണിക്കുന്നില്ല. സപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യമേ ഇല്ല. റഷ്യയെ വിശ്വസിച്ച് ഒരു സമാധാന ചർച്ചയ്ക്ക് വരേണ്ട രീതിയിലെങ്കിലും ഒരു അടുപ്പം ഉണ്ടാകണം. എന്നാൽ അതുപോലും ഇവിടെ ഇല്ല. ആ സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. രണ്ട് ഭാഗങ്ങളിലും ശരിയായ ഒരു ബാലൻസ് ഇന്ത്യ നിലനിർത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്ക, ഉക്രൈന്റെ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമേ ഇല്ല. അമേരിക്ക എന്താണോ പറയുന്നത് അതാണ് അന്തിമ തീരുമാനം. അതിനാൽ നമ്മൾ അമേരിക്കയുമായി നല്ലൊരു ബന്ധത്തിലാണുള്ളത്. അമേരിക്കയുടെ സ്പോക്സ് പേഴ്സൺ റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യ US-ഉമായി നല്ലൊരു പാർട്ട്ണറാണെന്ന് പറയും. അത്രത്തോളം ഒരു പാർട്ട്ണറായി അമേരിക്കയുമായി നമ്മൾ ഉള്ളപ്പോഴും റഷ്യയുമായും നമ്മൾ നല്ലൊരു ബന്ധത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമാധാന ചർച്ച നടത്തേണ്ട ഒരു യോഗ്യത ഇന്ത്യക്കാണുള്ളത്. ചൈനയെ വേണമെങ്കിൽ പറയാം, പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരു പ്രോ റഷ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അവർ വെസ്റ്റ് ഭാഗത്തേക്ക് അല്പം പോലും വരില്ല. അതിനാൽ ചൈനയെ കൊണ്ടും ഈ ഒരു സമാധാന ചർച്ച നടത്താൻ സാധിക്കില്ല. നമ്മളെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അങ്ങനെ നോക്കിയാൽ സത്യത്തിൽ ഈ ഒരു സ്ഥലത്ത് സമാധാനത്തിന് സപ്പോർട്ടായി ഉക്രൈനും റഷ്യയ്ക്കും സപ്പോർട്ടായി നിൽക്കാൻ കഴിയുന്ന ഒരേയൊരു നാട് ഇന്ത്യ മാത്രമാണ്. ഇതേ സമയം പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ ജയിക്കാൻ സാധിക്കാത്ത ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. ഇതെല്ലാമാണ് 2024 ഇന്തോ റഷ്യൻ സമ്മിറ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട അജണ്ടാസ്. ഇതിനപ്പുറം ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഡിഫൻസിലും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതെല്ലാം എന്താണെന്നുള്ളത് ഒഫീഷ്യലായി പുറത്തു വരും. ആ സമയം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.